ഹലോ ഗൈസ്, ഇന്നെൻ്റെ നൈനിയെ കണ്ടോ? ഈ കോലത്തിലാക്കി എടുക്കാൻ ഞാൻ പെട്ടപാട് എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് അവളുടെ ചുരിദാർ ബ്ലൗസാക്കി മടക്കി ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് കേട്ടോ. തലേന്ന് ഇന്ന് അവൾക്ക് സ്കൂളിൽ നാടോടി നൃത്തത്തിൻ്റെ മത്സരമാണ്. വെളുപ്പിനെ 4 എഴുന്നേറ്റ് പുട്ടും ഉണ്ടാക്കി കട്ടൻ ഇച്ചിരി കുടിച്ച് അവളെ ഒരുക്കാനായിട്ട് വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ പിന്നെ അടുക്കളയിലോട്ട് കയറി ഇച്ചിരി പപ്പടവും ഒക്കെ ചുട്ടു. തലേന്ന് ബീറ്റ്റൂട്ട് പച്ചടിയും ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഈ നേരം ആയതുകൊണ്ട് വീഡിയോ പിടിക്കാനൊന്നും ആളില്ല കേട്ടോ. ഞാൻ അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ദേണ്ടേ ഈ അവസ്ഥയിലാണ് ഇരിപ്പ്. അതിൻ്റെ ഉറക്കമൊന്നും തീർന്നിട്ടില്ല കേട്ടോ. ഒരു വിധത്തിൽ ഞാൻ എഴുന്നേൽപ്പിച്ച് പല്ല് തേപ്പിക്കാനായിട്ട് കയറി. അത് കഴിഞ്ഞപ്പം ഞാൻ മുറ്റത്തോട്ടിറങ്ങി. അവളുടെ നാടോടി നൃത്തത്തിന് കറ്റ വേണം കേട്ടോ. കറ്റയ്ക്ക് ഇവിടെ യാതൊരു രക്ഷയില്ല. അവസാനം ഞാൻ ഓർക്കിഡ് പിടിച്ചു. ഓർക്കിഡിൻ്റെ ഇലയാണ് ഇത് കേട്ടോ. ഓർക്കിഡിൻ്റെ ഇല കീറി അടുക്കുകയാണേ. അങ്ങനെയാണ് ഒരുമിച്ച് കെട്ടി എടുത്തത്. പിന്നെ ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കുട്ടിക്കാലത്ത് എനിക്ക് പഠിക്കണമെന്നുണ്ട്. പക്ഷേ അമ്മയോടൊക്കെ പറയുമ്പോൾ അന്നത്തെ ആ ദാരിദ്ര്യാവസ്ഥയല്ലേ, അന്നേരം പറയും കോല കയറാതെ മര്യാദയ്ക്ക് വീടിയിരിക്കുക എന്ന് പറയുമായിരുന്നു. നൈനിയെ ചെറുപ്രായം മുതലേ പാട്ട് കേട്ടാൽ അന്നേരം ഡാൻസ് കളിക്കും കേട്ടോ. ആ സ്റ്റെപ്പ് കറക്റ്റായിരിക്കും. അപ്പോൾ അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി നമുക്ക് അങ്ങനെ ഒരു കലാവാസന ഉണ്ടെങ്കിൽ ഡാൻസ് പഠിപ്പിക്കാമെന്നും പറഞ്ഞ് ഇപ്പോൾ വിട്ടിട്ടുണ്ട്. നാട്ടടവ് 8 കയറിയിട്ടേ ഉള്ളൂ. ഇതുവരെയും പഠിത്തം ആയിട്ടില്ല. ഈ കുട്ടികൾക്ക് കഴിവ് ഉണ്ടെങ്കിലും സ്റ്റേജിൽ കയറുമ്പോൾ ചിലപ്പം സ്റ്റേജ് കമ്പം വരും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അവളെ എന്നെ ഈ ഡാൻസിന് വിട്ടേക്കാമെന്ന് കണ്ടു. നാടോടി നൃത്തം ഞാൻ പഠിക്കാതെ അവളെ പഠിപ്പിക്കാൻ പറ്റുമല്ലോ. ഞാൻ ഒരു വിധത്തിൽ യൂട്യൂബ് പഠിച്ചു നോക്കി എല്ലാ സ്റ്റെപ്പുകളും ഞാനും കൂടി പഠിച്ചതിന് ശേഷമാണ് അവളെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. പുട്ടാണേ ഉറക്കത്തിൽ നിന്നാണ് അവൾ എഴുന്നേറ്റ് ഈ കഴിക്കുന്ന പല്ല് തേച്ച് കഴിഞ്ഞപ്പോഴേ പുട്ട് കൊടുത്തു. അത് കഴിച്ച് അപ്പോഴേക്കും പിള്ളേരെല്ലാം എഴുന്നേറ്റ് വന്നു കേട്ടോ. ക്യാമറ എടുക്കുന്നത് ക്യാമറാമാൻ എൻ്റെ മകനാണേ. അടുക്കളയിലാണെങ്കിലും ഹെൽപ്പില്ലാത്തതുകൊണ്ടേ എനിക്കൊരു വെപ്രാളമായിരുന്നു. ഇവളെ എങ്ങനെ ഒരുക്കാൻ ശരിയായില്ലെങ്കിൽ പിന്നെ ഇനിയും അത് ശരിയാക്കണമെന്നുണ്ടെങ്കിലുള്ള പാട്, ഇതൊക്കെ എനിക്കൊരു വെപ്രാളം കണ്ടമാനമായിരുന്നു. വാളൊക്കെ തലേന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചു. മുറം കറ്റ ഇന്ന് ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ഓരോന്നോരോന്ന് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. തലേന്ന് രാത്രി പായ വിരിച്ചിട്ട് അതിലെല്ലാം മേക്കപ്പ് ഐറ്റംസ് മുഴുവൻ ഞാൻ വെച്ചാണ് കിടന്നത്. ഇതാണ് ചുരിദാർ മടക്കി തയ്ച്ചത് കേട്ടോ. ഇതിൻ്റെ കുടുംബം കൈ ആയതുകൊണ്ട് കണ്ടാൽ പറയത്തില്ല, ബ്ലൗസാണേ മനസ്സിലാവുള്ളേ. വളയും മാലയൊക്കെ തലേന്ന് ഞാൻ ഇടിയിച്ചിരുന്നു. ഇനിയും മുഖത്തെ മേക്കപ്പാണേ. 2 ദിവസം മുന്നേ പലചരക്കടയിലെ സാധനങ്ങളിലെ ലിസ്റ്റ് എഴുതുന്ന പോലെ എല്ലാം എഴുതി പെറുക്കി യൂട്യൂബ് അടിച്ച് നോക്കിയാണ് എല്ലാം എഴുതിയത്. എന്നിട്ട് സാധനം എല്ലാം വാങ്ങിച്ചു. ലിസ്റ്റിലില്ലാത്ത സാധനങ്ങളൊക്കെ പിന്നെ അവർ എനിക്ക് പറഞ്ഞു തന്ന് ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ ഡാൻസ് സ്കൂളിലെ ടീച്ചറും സ്റ്റേജ് കവർ ചെയ്ത് കളിക്കണമെന്നും പറഞ്ഞ് എല്ലാം ഹെൽപ്പ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു നൈനയ്ക്ക്. ടീച്ചർ എനിക്ക് പൊട്ട് തൊടുന്ന കാര്യമൊക്കെ പറഞ്ഞു തന്നായിരുന്നു. പക്ഷേ ടീച്ചർ പറഞ്ഞ പൊട്ടും ഞാൻ ചെയ്ത പൊട്ടും തമ്മിൽ വലിയ അന്തരം ഉണ്ടായിരുന്നു കേട്ടോ. ഈ കളർ പൊട്ടുകളൊക്കെ തന്നത് ടീച്ചറാണ്. പിന്നെ ഐഡിയാസും. ഇതൊരുക്കുമ്പം എൻ്റെ ചങ്ക് പിടയ്ക്കുമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ കൈ. ആ പിടയ്ക്കുന്ന പോലെ തന്നെയുള്ള വിറയലായിരുന്നു. അവൾക്കൊരു കുഴപ്പമില്ല, അവൾ കൂളായിട്ടായിരുന്നു ഇരുന്നത്. പിന്നെ മുടി ഞാൻ ഒറ്റക്കെട്ട് കെട്ടി ചരട്ടിയിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടിയിട്ട് 3 ഭാഗമായിട്ട് ഞാൻ തിരിച്ചിട്ട് ഓരോ ഭാഗവും റബ്ബറിട്ട് കെട്ടിയെടുത്തു കേട്ടോ. ഈ മുടിക്കുട്ട് 2 ദിവസം മുന്നേ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഈ ചെയ്ത് വെക്കുന്നത്. ഈ ഭാഗമാണ് നന്നായിട്ട് മുറുകേണ്ടത്. ഇത് മുറുക്കി നന്നായിട്ട് വലിച്ച് ഇതുപോലെ കെട്ടണം. എന്നാലേ ഈ മുടി കെട്ടിയതിന് ശേഷം വെക്കുന്ന ഓരോ സാധനങ്ങളും അഴിയാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മുടികെട്ട് അഴിഞ്ഞു പോയാൽ ബാക്കി വെക്കുന്ന സാധനങ്ങളെല്ലാം വിട്ട് പോരും. ഇവക്ക് കെട്ടാനുള്ള മുടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പാട്ടായിട്ട് തിരിച്ചിട്ട് പിന്നെ ഇതുപോലെ ബണ്ണ് വെച്ച് ഞാൻ അതിൽ ഒരു ബണ്ണ് ആദ്യമേ വെച്ചു മുറുക്കി കെട്ടി. ആ ബണ്ണ് കാണാത്ത രീതിയിൽ പടർത്തി കെട്ടി. നടുക്ക് ഉള്ള ഭാഗം ആ മുടി കെട്ടാതെ മാറ്റിയിട്ടുണ്ട്. അടിയിലുള്ള മുടിയും കൂടെ അത് ഇതുപോലെ തന്നെ ബണ്ണിട്ട് കെട്ടി മൊത്തത്തിൽ ഒരു വലിയ ബണ്ണും കൂടെ ഇട്ടതിന് ശേഷമാണ് ഞാൻ ബാക്കി ആ ബണ്ണ് കാണാത്ത രീതിയിൽ ക്ലിപ്പ് ചെയ്ത് സ്ലൈഡ് കൊണ്ട് ക്ലിപ്പ് ചെയ്തെടുത്തത്. പ്രൊഫഷണൽ ഡാൻസർമാരൊക്കെ എന്നോട് ക്ഷമിക്കണം കേട്ടോ.
എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പം കാണുന്ന ഫ്രണ്ട്സ് അതിൻ്റെ പോരായ്മയെല്ലാം മനസ്സിലാക്കുക. ഈ ബണ്ണിനെ മുടി കൊണ്ട് നമ്മൾ കവർ ചെയ്യുന്നത് ഹെയർ പിന്ന് കൊണ്ടാണ് കേട്ടോ. ഹെയർ പിന്ന് സ്ലൈഡ് കൊണ്ട് ചിലപ്പോഴേ അത് ഒക്കുള്ളൂ. ഞാൻ ഹെയർ പിന്നാണ് ഉപയോഗിച്ചത്. ഇവക്ക് മുടിയിൽ പൂ വെക്കുന്നതുകൊണ്ട് ബണ്ണ് തെളിയുന്നത് കാണാൻ പറ്റത്തില്ല കേട്ടോ. രണ്ട് സൈഡിൽ ഞാൻ പേപ്പർ പൂവ് തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ വെക്കുന്നത്. ഇതാണ് പേപ്പർ പൂവ് കേട്ടോ. അത് തലയിലോട്ട് കുത്തി വെക്കും. കടയിൽ ചെന്നപ്പം പൂവിനായിട്ട് മുല്ലപ്പൂ, പ്ലാസ്റ്റിക്കിൻ്റെ മുല്ലപ്പൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നിയില്ല. എനിക്ക് ഇത്രയും വലിയ പൂ വെക്കാനായിരുന്നു. അതുകൊണ്ട് ഞാൻ കളർ പേപ്പർ വാങ്ങിച്ചുകൊണ്ട് വന്ന് തലേന്ന് വെട്ടിപ്പെറുക്കി അത് പശ വെച്ച് ഒട്ടിച്ച് അതിൻ്റെ അകത്ത് മുത്തും പിന്നെ മുത്ത വഴി കമ്പി ഇട്ട് അകത്തൂടെ കമ്പി ഇട്ട് അത് ക്ലിപ്പ് ചെയ്യത്തക്ക രീതിയിൽ ഉണ്ടാക്കി വെക്കുമായിരുന്നു കേട്ടോ. 2 പൂക്കളാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നത്. അതായത് ഈ സ്റ്റേജിൽ ഓടി നടക്കുമ്പം ഒരു വശം മാത്രം പൂവ്, ഒരു വശത്ത് നമ്മൾ ഫോട്ടോയോ വല്ലതും എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വശത്ത് പ്ലെയിനായിട്ട് കിടക്കും. അന്നേരം തലമുടി കണ്ടാൽ ഒരു ഭംഗി കാണുകയില്ല. അത് കാരണമാണ് ഞാൻ മറുവശത്തും കൂടെ പൂ കുത്തി വെച്ചത്. പിന്നെ കമ്മൽ ഞാൻ ചെറുതൊക്കെ നോക്കിയിട്ട് എനിക്ക് അത്ര സുമാറായി തോന്നിയില്ലേ. പിന്നെ വലിയ കമ്മലാണ് അവളുടെ മുഖത്തിന് നല്ല ചേർച്ചയെന്ന് കണ്ടതുകൊണ്ട് ഡാൻസിനൊക്കെ അതല്ലേ വേണ്ടത് എന്നോർത്താണ് ഞാൻ പിന്നെ വലിയ കമ്മലെടുത്ത്. അതെനിക്ക് പിന്നീടാണേലും ലാസ്റ്റ് വന്നപ്പം മൊത്തത്തിലൊരു പാച്ച് വർക്കും കൂടെ ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ. ഈ കല്ല് വെച്ച പൊട്ടും ടീച്ചർ മൂക്ക് കുത്താനായിട്ട് തന്നിരിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ അവൾക്ക് കണ്ണാടി ചെന്ന് നോക്കാനായിട്ട് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കൊരു മറുകിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ മറുക് കൊണ്ടിട്ടു. അതിൻ്റെ ചിരിയാണ് ഈ കാണുന്നത്. ഈ സൂര്യൻ്റെ തുമ്പത്ത് ഒരു ചെറിയ പൊട്ടും കൂടെ വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കിയതാണ് കേട്ടോ. ക്യാമറക്കാർക്കെല്ലാം സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് ബാക്കി ഉടുക്കുന്ന പാകളൊന്നും എടുക്കാൻ പറ്റിയില്ലേ. ഇത് സ്കൂളിൽ ചെസ്റ്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞ് ഇരിക്കുന്ന ഇരിപ്പാണ്. ഇതാണ് സ്റ്റേജിലെ രംഗം. അവൾക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല കേട്ടോ കളിക്കാൻ. നാണോ ചമ്പലോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അടിപൊളിയായിട്ട് കളിച്ചു. അവൾക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൾക്ക് കിട്ടുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവളെ വിട്ടതല്ല. ജസ്റ്റ് അവളുടെ ആ ചമ്പലൊക്കെ ഒന്ന് മാറാൻ വേണ്ടി വിട്ടതാണ്. പക്ഷേ ഈ ഡാൻസിന് അവൾക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നേ. LKG UKGയിലൊക്കെ ഗ്രൂപ്പ് ഡാൻസിന് കൂടുന്നുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കൂടെ ആയതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടില്ല. പക്ഷേ അവൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളില്ല. അത് കാരണമാണ് ഞാൻ അങ്ങനെ കളിച്ച് പഠിച്ചാലല്ലേ അവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നോർത്താണ് ഞാനിപ്പം വിട്ടത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കുള്ളൂ കേട്ടോ. എനിക്ക് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണേ. ഹായ്. ആണോന്നോ?